വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവരിപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ 3 ചാനലും കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോയി ഒന്ന് കണ്ടിട്ട് വരിക, സബ് ചെയ്ത് വയ്ക്കുക. മെഡിറ്റേഷൻ്റെ ബൈറ്റ് ഞാൻ വയ്ക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ റെസൊനേഷൻ സംഭവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മെഡിറ്റേഷനൊക്കെ കണ്ടിട്ട് ഒന്ന് ഓടി വരിക കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ആ വ്യക്തി ഒരു തീരുമാനം എടുത്തിരിക്കുകയാണെന്നാണ് കാണുന്നത്. ആ വ്യക്തിയുടെ തീരുമാനം വളരെ നിർണായകവും അതിഭീകരവുമാണ് പല സമയങ്ങളിലും. അതുപോലെ ഈ സമയത്തിൽ എന്താണ് ആ വ്യക്തി തീരുമാനിച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. നമുക്ക് നോക്കാം മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന്. എന്തായാലും സ്ട്രോങ് ആയിട്ടുള്ള ചില തീരുമാനങ്ങൾ ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് എന്തൊക്കെയോ തീരുമാനങ്ങൾ അവരവരുടെ ലൈഫിൽ എടുത്തു കഴിഞ്ഞു, അല്ലെങ്കിൽ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ പോവുകയാണ് എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ചില നീഡ്സിന് വേണ്ടിയിട്ട് അവർ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മേ ബി ഇത്രയും കാലം നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരു ക്ലാരിറ്റി ഇല്ല, ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ല, അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പായിരുന്നു. അപ്പോൾ അത് നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. പല സമയങ്ങളിലും നിങ്ങളെ അത് വളരെയധികം ഹാർഡായിട്ട് മുറിവേൽപ്പിച്ചിട്ടുണ്ട്. ഒന്നല്ല രണ്ടല്ല, ഒന്നിലധികം മൾട്ടിപ്പിൾ ടൈംസ് നിങ്ങളുടെ ഹാർട്ടിന് ബ്രേക്കേജ് വരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഹാർട്ട് നിൽക്കുന്ന തരത്തിലുള്ള പല തീരുമാനങ്ങൾ ഈ വ്യക്തി എടുത്തിട്ടുണ്ട്. അത് നിങ്ങളെ പല സമയത്തും വിഷമാവസ്ഥയിലാക്കിയിട്ടുണ്ട്, ആകുലനാക്കിയിട്ടുണ്ട്. ഉറക്കം പോലും കിട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നടക്കേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട്. ആരുമില്ലാതെ ആയി പോവുമോ എൻ്റെ ലൈഫിൽ, അല്ലെങ്കിൽ ഇനി ആരും എൻ്റെ ലൈഫിൽ എന്നെ തേടി വരില്ലേ, അല്ലെങ്കിൽ എനിക്കൊരാളുടെയും സാന്നിധ്യം ഉണ്ടാവില്ലേ എന്നൊക്കെയുള്ള ഒരു വിഷമത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് വളരെയധികം കാണുന്നുണ്ട്. നിങ്ങളുടെ അവസ്ഥ ശരിക്കും എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. പ്ലീസ് നിങ്ങൾ പല കാര്യങ്ങളും ഇഗ്നോർ ചെയ്യേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ ഇഗ്നോർ ചെയ്യേണ്ടതായിട്ടുള്ള സമയം വരുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചില ഡിസിഷൻസ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് അനുകൂലമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരും എന്നാണ് കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ വ്യക്തി എടുത്തിരിക്കുന്ന തീരുമാനം നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണമെന്നാണ്. ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ച സങ്കടത്തിനും വിഷമത്തിനൊക്കെ ഒരു റെസൊല്യൂഷൻ ഉണ്ടാക്കി തരണമെന്ന് ഈ വ്യക്തി ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ സ്നേഹം എത്രത്തോളം നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് പറയാനായിട്ട് സാധിക്കും. വളരെയധികം വിഷമാവസ്ഥയിലിരിക്കുന്ന നിങ്ങളോട് എനിക്കിപ്പോൾ പറയാനുള്ളത്, നിങ്ങളുടെ ഓരോ വിഷമങ്ങളും, നിങ്ങളുടെ ഹാർട്ടിന് സംഭവിച്ചിട്ടുള്ള ഓരോ മുറിവുകളും, നിങ്ങളുടെ ഹൃദയത്തെ ഭേദിച്ചിട്ടുള്ള ഓരോ മുറിവുകൾക്കുള്ള ഒരു ഉത്തരം ഉടൻ തന്നെ ലഭിക്കാൻ പോവാണ്. ഒരു സെലിബ്രേഷൻ കാർഡാണ് കാണുന്നത്. അതായത് നിങ്ങൾ ഇത്രയും കാലം അനുഭവിച്ച വിഷമത്തിനൊക്കെ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥ നിങ്ങൾക്കിനി വരാൻ പോവുകയാണ്. നിങ്ങൾ ഇത്രയും കാലം ഉണ്ടാവില്ല, ഇനി ഒരിക്കലും എൻ്റെ ലൈഫിലേക്ക് തിരിച്ച് വരില്ല എന്ന് വിചാരിച്ചിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങളൊരിക്കലും ഇനി തിരിച്ച് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിന് നിങ്ങളെ തേടിയെത്താണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഫ്രീസിങ് സിറ്റുവേഷനൊക്കെ മാറി നിങ്ങൾക്ക് വളരെ ടെൻഷൻ ഫ്രീ ആയിട്ടുള്ളൊരു എനർജി തരികയാണ്. കാരണം ഇത്രയും കാലം ഒരുപാട് വിഷമങ്ങൾ പേറിയായിരുന്നു നിങ്ങളുടെ യാത്ര.
എങ്ങനെ തീരും, എവിടെ തീരും, എത്രമാത്രം അനുഭവിക്കേണ്ടി വരും എന്നൊന്നും അറിയാതെ സ്വയം പഴിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോൾ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ എടുത്തിരിക്കുന്ന മേജറായിട്ടുള്ള തീരുമാനം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്ക് വരിക എന്ന് തന്നെയാണ്. കാരണം നിങ്ങളില്ലാതെ ഉള്ളവരുടെ അവസ്ഥ എന്ന് പറയുന്നത് അവർക്ക് തന്നെ ചിന്തിക്കാൻ പറ്റാത്ത ഒരു വലിയ സിറ്റുവേഷൻ തന്നെയാണ്. ആ സിറ്റുവേഷൻസിലൂടെയാണ് ആ വ്യക്തി ഇപ്പോൾ പോകുന്നത്, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻസിലാണ് ആ വ്യക്തി ഇപ്പോൾ ജീവിക്കുന്നത് എന്ന് തന്നെ പറയാം. ഓക്കെ, നിങ്ങളെ ബാധിച്ചിട്ടുള്ള പല പ്രശ്നങ്ങൾക്കുള്ള റെസൊല്യൂഷനാണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതോടുകൂടി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. നിങ്ങൾ കുറേ നാളായിട്ട് ചിന്തിച്ചിട്ടുള്ള പല കാര്യങ്ങൾക്കുള്ള ഒരു ഉത്തരം നിങ്ങളെ തേടി വരാൻ പോവുകയാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വലിയ വെളിച്ചം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കാണുന്നത്. ചില തീരുമാനങ്ങൾ നിങ്ങളെ, പല ഡിസിഷനുകളും നിങ്ങളെ മാറ്റിമറിക്കാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള പല ഡിസിഷൻസും നിങ്ങൾ എടുക്കുകയാണ് അതിലൂടെ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് കൈവരുന്നതും കാണുന്നുണ്ട്. ആൻഡ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്കൊരു ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ളൊരു മൊമെൻറ്റ്, അല്ലെങ്കിൽ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ളൊരു ഒക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് മറിയാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ, അത് ഉടൻ തന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഒരു വലിയ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. എൻ്റെ ഒറാക്കിൾ മെസ്സേജസ് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? മെഡിറ്റേഷൻ, പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് മെഡിറ്റേഷൻ ഒരു വലിയ ആശ്വാസദായകമായ സംഭവമായിട്ട് കാണുന്നുണ്ട്. കാരണം നിങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലൂടെ ജീവിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കണ്ടെത്താനും, നിങ്ങളുടെ ഉള്ളിലെ നന്മയെ കണ്ടെത്താനും, നിങ്ങൾക്കുള്ളിലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കപ്പാസിറ്റിയെ പുറത്തു കൊണ്ടുവരാനും, അല്ലെങ്കിൽ നിങ്ങളിപ്പം വളരെ ടെൻഷൻ അടിച്ച് മുന്നോട്ട് ജീവിക്കാൻ വളരെ വിഷമിച്ചിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കതിൽ കൂടുതൽ ഒരു എനർജി കിട്ടുന്നതൊക്കെയാണ് കാണുന്നത്. സോ നിങ്ങളൊരിക്കലും വിഷമിക്കണ്ട, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. എല്ലാ കാര്യത്തിനുമുള്ള ഒരു ആൻസർ, ഒരു വാതിലടയുമ്പോൾ മറ്റൊരു വാതിൽ തുറക്കുമെന്നൊക്കെ പറയില്ലേ, അതുപോലെ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതോടുകൂടി നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറും തന്നെയാണ്. അപ്പോൾ അത് ഇത്രയും നാൾ നല്ല ഇൻ ദി നിയർ ഫ്യൂച്ചറിൽ തന്നെ അത് സംഭവിക്കുന്നു. നിയർ ഫ്യൂച്ചറിൽ തന്നെ അതിനൊരു റിസൾട്ട് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ നിയർ ഫ്യൂച്ചറിൽ തന്നെ അതിനൊരു വലിയ ഒരു മാറ്റം കൊണ്ടുവരുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും അപ്പുറമായിട്ട് പല കാര്യങ്ങളും നിങ്ങളെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു. നിങ്ങൾ ഇനി ചിന്തിക്കുന്ന പല കാര്യങ്ങളും ഇൻ ദി നിയർ ഫ്യൂച്ചറിൽ സംഭവിക്കാനുള്ളതാണ്. എപ്പോഴത്തെയും പോലെ ആസ്ക് യുവർ ഏഞ്ചൽസ്. എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് ഡൗട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഇത് എനിക്കുള്ളതാണോ, അല്ലെങ്കിൽ ഇത് എൻ്റേതാണോ, എൻ്റെ വിവരങ്ങളാണോ ഈ പറയുന്നതെന്നൊക്കെയുള്ള ഒരു ഡൗട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഏഞ്ചൽസിനോട് ചോദിക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും ഏഞ്ചൽസിൻ്റെ അഭിപ്രായങ്ങൾ തേടുക. നിങ്ങൾ തീർച്ചയായിട്ടും അതിനൊരു റെസൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നൊക്കെയാണ് യൂണിവേഴ്സ് ഇവിടെ എനിക്ക് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുക, അല്ലെങ്കിൽ പരസ്പരം പറഞ്ഞു തീർക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു ഉത്തരവുണ്ട്. നിങ്ങൾക്കൊരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നത്തിനൊരു ആൻസറും ഉണ്ടെന്നാണ് പറയുന്നത്. മനസ്സിലായോ? നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് ഒരു ആൻസറും ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പം കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിച്ചേരുന്ന സമയത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട്, ഞാനിപ്പോൾ പറഞ്ഞതിലും വളരെ മനോഹരമായിട്ടുള്ള ലൈഫായിരിക്കും നിങ്ങൾ അങ്ങോട്ട് പിന്നീട് അനുഭവിച്ച് തീർക്കുക എന്ന് പറയുന്നത്. അത് ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് പറയുന്ന ആ ഒരു സിംപിളീകരിച്ചിട്ടൊന്നും, ഞാനിപ്പോൾ സിമ്പിളായിട്ടാണ് പറയുന്നത്, പക്ഷെ അങ്ങനെയൊന്നുമല്ല. അവർ നിങ്ങളുടെ ലൈഫിലേക്ക്
അവരുടെ എൻട്രൻസ് മുതൽ നിങ്ങൾ ലൈഫിൽ വളരെയധികം സന്തോഷിക്കുന്ന നിമിഷങ്ങളാണ്. അതാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ വളരെയധികം ലൈഫിൽ സന്തോഷിക്കാൻ പോവാണ്. അതിൻ്റെ എക്സാക്റ്റ് അത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ എൻ്റെ എക്സാക്റ്റ് ടൈമാണ് ഇൻ ദി നിയർ ഫ്യൂച്ചറിൽ. അങ്ങനെ കുറേ പേര് ഇപ്പോൾ മനസ്സിൽ ചോദിക്കുന്നത് എപ്പോഴാണ് എൻ്റെ നല്ല സമയം എപ്പോഴാണ്? ഇൻ ദി നിയർ ഫ്യൂച്ചർ. അത് ചിലപ്പോൾ നാളെയാകാം, മറ്റന്നാവാം, നെക്സ്റ്റ് വീക്ക് ആവാം, ഒരു മാസത്തിനുള്ളിലായിരിക്കാം, ചിലപ്പോൾ 2-3 മാസത്തിനുള്ളിലായിരിക്കും. അതിൽ കൂടുതൽ പോവില്ലെന്നാണ് കാണുന്നത്. അപ്പോൾ എനർജി സിങ്ക് ആവണമെങ്കിൽ മെഡിറ്റേഷനൊക്കെ നന്നായി ചെയ്തിട്ട് വേണം ഇത് കാണണമെങ്കിൽ. യാദൃശ്ചികമായിട്ടാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ റീഡിംഗ് ആയിരിക്കും. തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് കൂടിക്കൊള്ളുക. നല്ല നല്ല മെസ്സേജസ് ആണ്. അപ്പോൾ ഇതിൽ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറയുക. അതിലെ എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കുക. എൻ്റെ കമൻറ്റ് ചെയ്യുക. ഇതെൻ്റെ ലൈഫിൽ നടക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് നിങ്ങളുടെ വ്യക്തിയുടെയും പേര് കമൻറ്റ് ചെയ്യുക. നമ്മുടെ 3 ചാനലിൻ്റെയും അപ്ലോഡിങ് സമയങ്ങൾ മാറ്റിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അറിയാത്തൊരു ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കുക. വൈകിട്ട് 6 മണിക്ക്, 7 മണിക്ക്, 8 മണിക്കാണ് നമ്മൾ ഇന്ത്യൻ ടൈം. വൈകിട്ട് 6 മണി, 7 മണി, 8 മണി ആ സമയത്താണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ സാധാ നമ്മുടെ നോർമൽ ടൈമിൽ. അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക, സെറ്റായിട്ടിരിക്കുക. അപ്പോൾ ഇനി എന്തൊക്കെ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക്, ഇനി എന്തൊക്കെ ടോപ്പിക്കുകളാണ് ഞാൻ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയൂ കേട്ടോ. അപ്പോൾ അടുത്ത കിട്ടുന്ന വീഡിയോ ആയിട്ട് കാണാം. ബൈ.